ആദരണീയനായ സ്വാമിജി, വേദിയിലും സദസ്സിലുമായി ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിസരത്ത് അടുത്ത കാലങ്ങളിൽ അല്പസ്വല്പ അസ്വസ്ഥതകൾ ഉണ്ടായി എന്നതിന് സാക്ഷികളാണ് നമ്മൾ. ഈ അസ്വസ്ഥതകൾ മാറ്റിയെടുക്കുന്നതിന് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർപ്പിക്കുന്നതിനാകണം ഈ സമ്മേളനം കൂടിയതെന്നാണ് എൻ്റെ ചിന്ത. മതങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിലെ വിവിധ ഘടകങ്ങളെ ഒന്നിപ്പിക്കുന്ന, വിമോചിപ്പിക്കുന്ന ഉത്തരവാദിത്തമുള്ളവരാണ്. ആ മതങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വിമോചനത്തിലേക്ക് നയിക്കുന്നതിന് പകരം മാനസിക അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്താൽ വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ നടക്കുന്നുണ്ട് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചറിവിലേക്ക് വരേണ്ടതുണ്ട്. അതിനൊരു പരിധിവരെ ആത്മവിമർശനം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നുള്ള പ്രകോപനം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ആ മതത്തിൽ തന്നെ ഉള്ളവർ തന്നെ മുമ്പിലേക്ക് വരണം. ഈ പ്രശ്നം അവസാനിപ്പിക്കണം, ശരിയല്ല എന്ന് പറയാനായിട്ട്. അത് പലപ്പോഴും കാണാത്തതാണ് ഒരു ദുഃഖം. ഓരോ മതത്തിൽപ്പെട്ട ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും ഉള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മതങ്ങൾ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളായിത്തീരും. അത് വിമോചനത്തിലേക്കല്ല, അടിമത്തത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ ഒരു ആത്മവിമർശനവും വീണ്ടുവിചാരവും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മതങ്ങളുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഇവിടെ നടക്കേണ്ടത്. വലിയ ദീർഘമായ പ്രസംഗത്തിൻ്റെ കാര്യം ഈ തിരിച്ചറിവാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് വൈവിധ്യമാണ്. അത് ഇന്നൊന്നുമല്ല, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ്. എവിടെ നിന്നെല്ലാം മതങ്ങൾ പുറത്തു നിന്ന് ഈ നാട്ടിൽ വന്നാലും അവയെല്ലാം ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ദുഷ്പേര് നമ്മുടെ നാടിനില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇവിടെ കീഴ്ജാതിക്കാരെ അടിമത്തത്തിലേക്ക് നയിച്ച മേലാള ജാതികളുണ്ടായിരുന്നുവെന്നും വിസ്മരിക്കുന്നില്ല. എന്നാൽ മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിലൊരു ഭിന്നത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. അതിലൂടെയുള്ള മുതലെടുപ്പുകളും ധാരാളമുണ്ട്. സമീപത്ത് ജീവിക്കുന്ന മറ്റൊരു വിശ്വാസ സമൂഹം ശത്രു എന്ന പേരിൽ നാം മുദ്രകുത്തി ഈ വിഭജനം ശാശ്വതമാക്കാനുള്ള ശ്രമം നമ്മൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം. അല്ലാതെ ഒരു കാര്യം നടക്കുന്ന ദീർഘമായ പ്രഭാഷണത്തിൻ്റെ കാര്യമല്ല. സ്വയം വിമർശിക്കുവാനും വിമർശന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കൃത്യമായിട്ട് തിരിച്ചറിയുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും സാധിക്കേണ്ടത് അതത് മതത്തിലെ വിശ്വാസികൾ തന്നെയാണ്. അതിന് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു മതത്തിന് എന്ത് വിലയാണുള്ളത്? എല്ലാവരും പറയുന്നത് ദൈവത്തെ പറ്റിയും വലിയ വിശ്വാസത്തെ പറ്റിയാണ്. ഈ മതങ്ങൾക്ക് അടിസ്ഥാന ഈ മാനുഷിക നിലപാടുകൾ നഷ്ടപ്പെട്ടു പോയി പിന്നെ അത് മതം എന്ന പേരിൽ അർഹതയുള്ളതല്ല. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മുടെ പൊതുസമൂഹം എത്തേണ്ടത്, മതസമൂഹങ്ങൾ എത്തേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലേക്ക്
ഒരു വ്യതിയാനം സൃഷ്ടിക്കുവാൻ സാംസ്കാരിക വകുപ്പിൻ്റെ ഈ ശ്രമം നടക്കട്ടെ. അതിനകത്ത് സത്യത്തിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയായിരിക്കണം മതവിശ്വാസികൾ തമ്മിലുള്ള ബന്ധമെന്ന് ക്രിസ്തു ഒരു ഉപമയിൽ പറയുന്നു. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എറീഹോ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പോണ വഴി മറ്റൊരു മതത്തിൽപ്പെട്ട, അതായത് ഒരു യഹൂദൻ റോഡരികിൽ അക്രമികളാൽ മർദ്ദിതനായി കിടക്കുകയാണ്. ഈ വരുന്നയാൾ വേറൊരു മതസ്ഥനാണ്, ശമര്യക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് കടന്നു പോകാം, വഴി മാറി അങ്ങ് പോകാം. അതിന് മുമ്പ് 1-2 പേര് പോയതുമാണ്. ഈ മനുഷ്യൻ അവിടെ ഇറങ്ങി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനും അവിടെ നിന്ന് കൊണ്ടുപോകുവാനും ശ്രമിക്കുകയാണ്. ഇതിൽ ഇത്ര വലിയ കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ശമര്യനും യഹൂദനും തമ്മിലുള്ള ബന്ധം വൈരാഗ്യ ബന്ധമാണ്. ഒരാൾ അടിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവന് സന്തോഷിക്കേണ്ട ഒരു വ്യക്തി അവനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നതാണ്. അതൊരു വെറും രക്ഷയുടെ മാത്രം കാര്യമല്ല. കാരണം അവിടെ അക്രമികൾ ചുറ്റുപാടുമുള്ളൊരു സാഹചര്യത്തിൽ വ്യവസായ ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള യാത്രയാണ്. തീർച്ചയായിട്ടും അയാൾ അവിടെ ആക്രമിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം ജീവിതവും വസ്തുവകകളും അപകടപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ശത്രുവിനെ മറ്റൊരു മതസ്ഥനെ രക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറി സത്രത്തിൽ കൊണ്ടുപോയി അവിടെ സർവ്വ ചെലവുകളും കൊടുക്കുകയും ഇനി എന്തെങ്കിലും ചെലവ് വന്നാൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്യുന്നു. ഇതാണ് വ്യത്യസ്ത മതങ്ങൾ, പ്രത്യേകിച്ച് പലപ്പോഴും ശത്രുതയിൽ കഴിയുന്ന മതങ്ങൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിലെങ്കിലും ഉണ്ടാകേണ്ട ഒരു സമീപനം എന്ന് പറഞ്ഞാൽ, നേതാക്കന്മാർ നന്നാക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. പക്ഷെ ചുരുങ്ങിയത് അത്യാവശ്യം ചിന്താശക്തിയുള്ള ജനങ്ങളെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് ഓരോ മതത്തിലും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രകോപനകരമായ സാഹചര്യങ്ങളിൽ പ്രതിഷേധിക്കുവാനും അത് ആ ഒരു പശ്ചാത്തലത്തിൽ അതിന് എതിരെ വിമർശിക്കുവാനും സാധിച്ചെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും വ്യത്യാസം വരികയുള്ളൂ. അതിന് പ്രേരണയെങ്കിലും നമ്മുടെ ഈ കൂടിവരവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഏതാണെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം കേരള സാംസ്കാരിക വകുപ്പ് സർക്കാരിൻ്റെ ഏറ്റെടുത്ത് നടത്തുന്നതിൽ അങ്ങേയറ്റം അഭിനന്ദനാർഹവുമാണ്. അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.